നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ കൂടെ ഇരിക്കുന്നവനായ ഒരു കർത്താവ് നമുക്കുണ്ട്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർക്കണം. ഞാൻ ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോഴെല്ലാം പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമ്മൾ കാണുന്നു. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് ദൈവം എൻ്റെ കൂടെ നടക്കുന്നെന്നാണ്. ദൈവം ഹാനോക്കിനോട് കൂടെ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അത് സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന് പറയുമ്പോൾ നമുക്കും അതിനകത്ത് ഒരു പങ്കുണ്ട് എന്ന്. അതായത് ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു, അത് ശരിയാണ്. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായ ചോദ്യം. ഞാൻ പറഞ്ഞ ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതായത് ദൈവം നമ്മുടെ കൂടെ നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും എൻ്റെ ഏത് ആവശ്യമുണ്ടെങ്കിലും കർത്താവ് എന്നെ സഹായിക്കും, അങ്ങനെയൊക്കെ സഹായിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനപ്പുറത്തായിട്ട് ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കണമെങ്കിൽ തീർച്ചയായും ആ ദൈവത്തിൻ്റെ സ്വഭാവത്തോടുള്ള ഒരു ഏകീഭാവം എനിക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് യേശുവിൻ്റെ കൂടെ നടക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം നമ്മുടെ കൂടെ നടക്കുന്നതിന് നമ്മൾ പ്രത്യേകിച്ച് വലിയ ഓഫ് കോഴ്സ് നമ്മൾ വിശുദ്ധരൊക്കെ ആയിരിക്കണം, എന്നാലും അതിൽ നിന്നൊക്കെ വളരെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിൻ്റെ കൂടെ നടക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നമ്മൾ ഓർത്തിരിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതിന് ദൈവത്തിൻ്റെ സ്വഭാവത്തോടുള്ള ഏകീഭാവം എനിക്ക് അത്യാവശ്യമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തോടുള്ള ഒരു ഏകീഭാവം എനിക്ക് അത്യാവശ്യമാണ്. അത് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്നുള്ള വാക്യം നമ്മളെ ഓർപ്പിക്കേണ്ടത്, ദൈവം ഹാനോക്കിനോടുകൂടെ നടക്കുന്നത് പോലെ തന്നെ ഹാനോക്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ, ആ ദൈവിക സ്വഭാവത്തോട് അനുരൂപമാകുവാൻ. ഹാനോക്ക് ദൈവത്തിൽ കൂടെ നടന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് എപ്പോഴെങ്കിലും കൂടുതൽ പഠിക്കാനുള്ളത് പഠിക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം, ദൈവം നമ്മോട് കൂടെ നടക്കുന്നത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നാം ദൈവത്തോടു കൂടെ നടക്കാൻ നല്ല എഫേർട്ട് അത്യാവശ്യമാണ്. അതിന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം, ഈ യേശു ഭൂമിയിലായിരുന്നപ്പോൾ, കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്ത് കർത്താവിൻ്റെ അടുത്തേക്ക് പോയതായ ആളുകൾ പല തരത്തിലുള്ള ആളുകളുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പുരുഷാരം അവൻ്റെ അടുത്ത് വന്നു. ഞാൻ ഓരോന്നായിട്ട് പറയാം. അപ്പോൾ പുരുഷാരം അവൻ്റെ അടുത്ത് വന്നു എന്ന് പറയുമ്പോൾ അവര് എപ്പോഴും യേശുവിൻ്റെ കൂടെ ഇല്ല. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ ഒരു കാര്യം. അപ്പോൾ ഇതിന് ഞാൻ സാധാരണ രീതിയിൽ ഒരു ടാർഗറ്റ് ബോർഡ്, അതായത് നമ്മൾ ഈ ഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡിൻ്റെ എക്സാക്ട്ലി നടുക്ക് ഒരു പോയിന്റ് ഉണ്ട്. അതുകൂടാതെ അതിൻ്റെ ചുറ്റും കുറച്ച് വട്ടം ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. ആരോ
ഓക്കെ, അല്ലെ ടാർഗറ്റ് ബോർഡ് എന്നത് പറയുന്നത്. അപ്പൊ ശരിക്കും ആ ടാർഗറ്റ് ബോർഡിന്റെ സെൻട്രൽ പോയിന്റിലേക്കാണ് ഒരാൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ അതൊരു സ്ക്വയറിനകത്താണ് ഈ ടാർഗറ്റ് ബോർഡിന്റെ സെൻട്രൽ പോയിന്റ്. അതിന്റെ ചുറ്റുമുള്ള 2-3 വട്ടങ്ങളൊക്കെ ഈ സ്ക്വയറിനകത്ത് തന്നെ ആയിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള 1-2 വട്ടങ്ങള് അല്ലെങ്കിൽ വൃത്തങ്ങള് കുറച്ച് ഈ ബോർഡിന്റെ അകത്തും ബാക്കിയുള്ളത് പുറത്തുമായിരിക്കും. നിങ്ങൾക്കത് ഭാവനയിൽ കാണാൻ കഴിയുന്നുണ്ടോ? ടാർഗറ്റ് ബോർഡ്, അതിന്റെ ഒരു സെൻട്രൽ പോയിന്റ് ഉണ്ട്, അതിന് ചുറ്റും 1-2 വൃത്തങ്ങളുണ്ട്. ആ വൃത്തങ്ങൾ പൂർണ്ണമായും ടാർഗറ്റ് ബോർഡിനകത്ത് തന്നെ ആയിരിക്കും. പക്ഷേ അതിന്റെ അപ്പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക്, എൻഡിലേക്ക് പോകുമ്പോൾ, അതായത് ഈ സെൻട്രൽ പോയിന്റിൽ നിന്ന് കുറെ കൂടെ ദൂരേക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, അത് കുറച്ച് ഏറിയ ഈ ബോർഡിനകത്തായിരിക്കും, ബാക്കിയുള്ള ഏറിയ ബോർഡിന് പുറത്തായിരിക്കും. ഇതുപോലെ യേശുവിനെ അനുഗമിക്കുന്നവരെ ഞാൻ ഈ ഒരു രീതിയിൽ പലപ്പോഴും ഒന്ന് കണക്കാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അതായത് ചിലര് ഇടയ്ക്കൊക്കെ കർത്താവിന്റെ അടുത്തേക്ക് ചെന്നവരുണ്ട്. ഈ ടാർഗറ്റ് ബോർഡിന്റെ ഏറ്റവും പുറമേയുള്ള ആ റൗണ്ട് അല്ലെങ്കിൽ ആ ഒരു വൃത്തത്തിനകത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് ഈ ബോർഡെ കയറും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ലോകത്തിലേക്ക് പോവുകയാണ്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈ ടാർഗറ്റ് ബോർഡിന്റെ സെൻട്രൽ പോയിന്റിൽ എത്തുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ യേശുവിന്റെ ആ സെൻട്രൽ പോയിന്റിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ പല ആളുകളും ഈ ടാർഗറ്റ് ബോർഡിന്റെ ഔട്ടർ ലെയറിൽ കിടന്ന് കളിക്കുന്ന ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞാല്, നമ്മളിപ്പം യേശുവിനെ അനുഗമിച്ച എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവിടെ അനുഗമനം അത്രയും കോമൺ അല്ല. യേശുവിനെ കാണാൻ വന്നതായ ചില ആളുകളെ അവിടെ വിളിക്കുന്നത് തന്നെ പുരുഷാരം എന്നാണ്. പുരുഷാരം. അപ്പൊ ഈ പുരുഷാരം യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. ചോദിച്ചാൽ അവര് യേശുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. പക്ഷേ അവരെപ്പോഴും യേശുവിൻ്റെ കൂടെയല്ല. നമ്മളൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 5-ാം അധ്യായത്തിൽ അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ലൂക്കോസ് 5-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ, അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയിൽ. ശരിക്കും അവിടെ നമ്മൾ കാണുന്നത്, അവൻ ഗന്നസരത്ത് തടാകത്തിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് യേശുവിനെ തിക്കിത്തിരക്കി അല്ലെങ്കിൽ തിക്കിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷാരം വെറുതെ അവനെ കാണാൻ മാറി നിൽക്കുകയല്ല, അങ്ങ് അടുത്ത് ചെല്ലുക. കാര്യം അവർക്ക് വചനം കേൾക്കണം എന്നാണ് എഴുതിയത്. വചനം കേൾക്കേണ്ടതിനാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർക്ക് എന്തോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഈ വചനമൊക്കെ കേൾക്കാനും ഒക്കെ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർ യേശുവിനെ അനുഗമിക്കാനൊന്നും തയ്യാറാകുന്നത് നമ്മൾ കാണുന്നില്ല. ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഈ ഗന്നസരത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം യേശുവിനെ തിക്കിക്കൊണ്ടിരിക്കുന്നു. അതും രസകരമായ ഒരു കാര്യമാണ്. അതിനുള്ള അനുവാദം കർത്താവ് കൊടുത്തല്ലോ. ഇന്നത്തെ പ്രസംഗകരൊക്കെ ആണെങ്കിൽ അതിനുള്ള അനുവാദം ഒന്നും കൊടുക്കത്തില്ല. ഇന്നത്തെ പ്രസംഗകർ ഓടി വന്നു പ്രസംഗിച്ചു, അന്നേരമേ പോയി. അവർക്ക് ജനങ്ങളുമായിട്ടൊന്നും ഈ പറയുന്ന വലിയ ബന്ധങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഇല്ലാത്ത ഒരവസ്ഥ പലപ്പോഴും ഉണ്ട്. ഇവരും തിക്കി തിരക്കി വന്നു. യേശു അത് അക്സെപ്റ്റ് ചെയ്തു.
കർത്താവ് അവരോട് സംസാരിക്കാൻ തയ്യാറായി. കർത്താവ്, നമുക്കറിയാവുന്ന കഥയായതുകൊണ്ട് ഞാനത് ഓരോ വാക്യങ്ങളും എടുത്ത് വായിക്കുന്നില്ല. കർത്താവ് അവിടെ പടകുകളില് ശിമോനുള്ളതായ ഒരു പടകിൽ കയറി കരയിൽ നിന്ന് അല്പം നീക്കണം. എനിക്കൊന്ന് ശിമോനോട് കർത്താവ് പറയാണ്, എനിക്ക് ഇവരോടൊന്ന് സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് നീ ഈ പടക് അല്പം ഒന്ന് നീക്കിയാല് എനിക്ക് നിന്ന് പ്രസംഗിക്കാം, ഈ കരയിൽ നിന്ന് ജനങ്ങൾക്ക് കേൾക്കുകയും ചെയ്യാം. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു, അവൻ പ്രസംഗിച്ചു. 4-ാമത്തെ വാക്യത്തിൽ സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശിമോനോട്, അതായത് പിന്നെ നമുക്കറിയാം വലിയ മീൻപിടുത്തമൊക്കെ അവർക്ക് കിട്ടുന്നതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഞാൻ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ പ്രസംഗം കഴിഞ്ഞ് ഈ പറയുന്ന പുരുഷാരത്തെ ആരെ അവിടെ കാണുന്നില്ല. പ്രസംഗം കേൾക്കാൻ വന്നു, പ്രസംഗം കഴിഞ്ഞപ്പോൾ അവർ തിരിച്ചുപോയി. ഇതുപോലെയുള്ള പല ആളുകളുമുണ്ട്. കർത്താവ് ചിലപ്പം ആളുകൾ ഈ കൺവെൻഷൻ പ്രസംഗമോ ക്രൂസൈഡ് പ്രസംഗമോ ഒക്കെ കേൾക്കാൻ വരും. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അവരെ കാണത്തേയില്ല. ആ ഒരു മീറ്റിങ്ങിന് വേണ്ടി മാത്രം വരുന്ന ആളുകൾ. അവർ യേശുവിനെ അനുഗമിക്കുന്നവരല്ല. അവർ യേശുവിനെ കേൾക്കാൻ വന്നു എന്നിവിടെ പറയുന്നുണ്ട്. ഇതുപോലെ പുരുഷാരത്തെ കുറിച്ച് പറയുന്ന മറ്റൊരു വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. അവിടെയും അവൻ 1-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ, അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീലക്കടലിന്റെ അക്കരയ്ക്ക് പോയി. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട്, അപ്പം നമ്മള് ലൂക്കോസില് പ്രസംഗം കേൾക്കാൻ വന്നവരാണ്. ഇവര് പ്രസംഗം കേൾക്കാനൊക്കെ തയ്യാറാണ്. പക്ഷേ അവർ വന്നതിന്റെ കാരണം യേശു രോഗികളിൽ ചെയ്യുന്ന അടയാളം കണ്ടിട്ട് എന്നാണ് നമ്മൾ കാണുന്നത്. രോഗികളിൽ ചെയ്യുന്ന അടയാളം കണ്ടിട്ട്. അപ്പോ അടയാളം കണ്ടുവരുന്നവരായ ആളുകൾ ധാരാളം ഉണ്ട്. അതിപ്പോ ഇന്നും ഉണ്ട്. എവിടെയെങ്കിലും ഒരു അടയാളം, ഒരു അത്ഭുതം നടന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെ നടക്കുന്ന ആളുകൾ ഒത്തിരി ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞത്, അവര് യേശുവിനെ അനുഗമിക്കാൻ വന്നവരെന്ന് പറയാൻ കഴിയില്ല. കർത്താവ് രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളൊക്കെ കണ്ടു. അവ ആളുകളെല്ലാം കൂടെ ഒരുമിച്ച് കൂടി എന്നാ ഇവന്റെ അടുത്ത് ചെല്ലാം. പിന്നെയും അത്ഭുതം കാണാനൊക്കെ ആയിരിക്കും അവർ പോയത്, നമുക്കറിയത്തില്ല. പക്ഷെ അവിടെ നമ്മൾ കാണുന്നത്, ഈ പുരുഷാരം അവിടെ വന്നു കഴിഞ്ഞപ്പോൾ യേശു മലയിൽ കയറി ശിഷ്യന്മാരോടുകൂടെ അവിടെ ഇരുന്നു. വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് പറഞ്ഞു, ഇവർക്ക് തിന്നുവാൻ നമ്മൾ എവിടെ നിന്ന് അപ്പം വാങ്ങും. വലിയ പുരുഷാരം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നീട് വായിക്കുമ്പോൾ അറിയാം, 5000 പുരുഷന്മാരുണ്ട്. യേശുവിന്റെ പ്രസംഗം കേൾക്കാൻ, യേശുവിന്റെ അത്ഭുതങ്ങൾ കാണാനൊക്കെ വന്നവരായ ആളുകളാണ്. എന്നാൽ നമ്മൾ കാണുന്ന കർത്താവ് ഒത്തിരി കമ്പാഷനറ്റാ. ഇവരിങ്ങനെ പ്രസംഗം കേൾക്കാൻ ഒത്തിരി നേരം ഇരുന്നപ്പം കർത്താവിന് തോന്നിയടാ, ഇവര് വിശന്നിരിക്കുകയാണല്ലോ, ഇവർക്ക് വല്ല ഫുഡും കൊടുക്കണ്ടേ എന്നുള്ള ഒരു സംശയം ഉണ്ടായി കാണും. അപ്പോൾ കർത്താവ് അതിനുശേഷം അവർക്ക് 5000 പേർക്ക്, ഞാൻ കഥ നമുക്കറിയാവുന്നത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല, 5000 പേർക്ക് ഭക്ഷണം കൊടുത്തു. 5 അപ്പവും 2 മീനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് അവര് എല്ലാവരും 5000 പുരുഷന്മാരും, ചിലപ്പോൾ 5000 സ്ത്രീകളും കാണുമായിരിക്കും, അറിയത്തില്ല, പിന്നെ കുഞ്ഞുങ്ങളും ഉണ്ട്, എല്ലാം കൂടെ കണക്ക് കൂട്ടിയ ഒരു 12000 പേര് കാണുമെന്ന് വെച്ചു. ഇത്രയും പേർക്കുള്ള
ഭക്ഷണം കർത്താവ് അവിടെ കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ കർത്താവ് ഭക്ഷണമെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഇവര് എന്താ ചെയ്യുന്നതെന്നറിയാമോ? ഈ 5000 പുരുഷന്മാര്, അതുപോലുള്ള ആ വലിയൊരു ജനസമൂഹം, ഇവര് കർത്താവ് പറഞ്ഞതൊക്കെ കേട്ടിട്ടാണല്ലോ അവര് ഒത്തിരി നേരം ഇരുന്ന് പ്രസംഗമൊക്കെ കേട്ടു. പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ 14-ാം വാക്യത്തിൽ അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് അവർ അടയാളം കണ്ടതേ ഉള്ളൂ. ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു എന്ന് സത്യമെന്ന് പറഞ്ഞു. അത് യഹൂദന്മാരുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ അവര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം. 15-ാമത്തെ വാക്യത്തിൽ അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ എല്ലാവർക്കും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞപ്പം അവരെന്ത് ചെയ്യുക? എന്നാൽ ഇവനെ പിടിച്ച് രാജാവാക്കാമെന്ന് പറയുക. ഈ പുരുഷാരത്തിൻ്റെ ഒരു പ്രത്യേകത അത്. അവരെന്തിനാണ് രാജാവാക്കുന്നത്? മറ്റൊന്നിനുമല്ല, അവൻ നമുക്ക് ഭക്ഷണം തന്നു. അപ്പൊ ഇവനെ രാജാവാക്കി കഴിഞ്ഞാൽ പിന്നെ എന്നും ഭക്ഷണം കിട്ടുമല്ലോ. അപ്പൊ പുരുഷാരത്തിന് എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുള്ളതേ ഉള്ളൂ. ഇവരാരും യേശുവിനെ അനുഗമിക്കുന്നതായി നമ്മൾ കാണുന്നില്ല. അതിനുശേഷം നമ്മൾ കാണുന്നത്, ഞാൻ പെട്ടെന്ന് ഓടിച്ചു പറയുകയാണ്, അതിനുശേഷം നമ്മൾ കാണുന്നത് പടക് യേശു കടലിൻ്റെ മീതെ നടന്ന് വരുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അതൊക്കെ ഞാൻ എടുക്കുന്നില്ല. എന്നാൽ യേശു കടലിനക്കരെ അവിടെ ചെന്നു. അപ്പോൾ നമ്മളവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. 22-ാമത്തെ വാക്യത്തിൽ, പിറ്റേന്നാൾ കടൽക്കര നിന്ന പുരുഷാരം ഒരു പടകല്ലാതെ വേറെ അവിടെ ഇല്ലായിരുന്നുവെന്നും യേശു ശിഷ്യന്മാരോടുകൂടെ പടകിൽ കയറാതെ ശിഷ്യന്മാർ മാത്രം പോയിരുന്നെന്നും ഗ്രഹിച്ചു. എന്നാൽ കർത്താവ് വാഴ്ത്തിയിട്ട് അപ്പം തിന്ന സ്ഥലത്തിനരികെ തിബരിയാസിൻ്റെ ചെറുപടകുകൾ എത്തിയിരുന്നു. നമ്മൾ പിന്നെ വായിക്കുന്നത് 25-ാം വാക്യത്തിൽ അവർ കടലിനക്കരെ യേശുവിനെ കണ്ടെത്തി. അപ്പോൾ തലേ ദിവസം യേശുവിനെ രാജാവാക്കാൻ പരിശ്രമിച്ചവരായി ഇവരെല്ലാവരും. പുരുഷാരമാണ്. എന്തിനാ രാജാവാക്കിയത്? അത്ഭുതം കണ്ടു. എന്തത്ഭുതം? ഭക്ഷണം കിട്ടി. അപ്പോൾ അവരെന്തിനാ യേശുവിനെ രാജാവാക്കാൻ പരിശ്രമിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനെ രാജാവാക്കിയാൽ പിന്നെ എന്നും ഭക്ഷണം കിട്ടും. ഭക്ഷണം അന്വേഷിച്ചാണ് അവർ യേശുവിനെ പിൻപറ്റുന്നെന്ന് പറയാനും പറ്റത്തില്ല. ശരിക്കും പറഞ്ഞാൽ അനുഗമനം അവിടെ ഇല്ല. അനുഗമനത്തിൻ്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല. കർത്താവ് നല്ല കാര്യമായിട്ട് പ്രസംഗിച്ചെന്ന എൻ്റെ ചിന്ത. പക്ഷേ ആ പ്രസംഗമൊന്നും ഇവർ ശ്രദ്ധിക്കുകയോ അവരിലൊരു രൂപാന്തരം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല. അവരാകപ്പാടെ അപ്പം കിട്ടിയ കാര്യം മാത്രമേ അവർ ഓർക്കുന്നുള്ളൂ. അതുകൊണ്ട് എന്താ, കടലിൻ്റെ അക്കരെ അവർ ചെന്നിട്ട് പറഞ്ഞു, റബി, നീ എപ്പോഴാണ് ഇവിടെ വന്നത്? ഞങ്ങൾ നിന്നെ എവിടെല്ലാം അന്വേഷിച്ചു. കർത്താവ് പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്ന് എനിക്കറിയാം. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്ര എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് അപ്പം വേണം, അതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ അപ്പം തരുന്ന ഒരു പ്രൊവൈഡറായിട്ടാണ് നിങ്ങൾ എന്നെ രാജാവാക്കാൻ നോക്കുക. എന്തിനാണ് എന്നെ രാജാവാക്കുന്നത്? കാര്യം, യു വിൽ പ്രൊവൈഡ് എവരിതിങ്. നീ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ തരും. അതാണ് ഇന്നും പലരും യേശുവിൻ്റെ പിന്നാലെ പോകുവാനുള്ള, പിന്നാലെ ഒന്നും പോവുക, ശിഷ്യനൊന്നും അല്ല ഇവര്, പുരുഷാരമാണ്. അപ്പം കിട്ടുമ്പോൾ തിന്നും. കർത്താവ് പറഞ്ഞു, ഞാൻ ഇന്നലെ നിങ്ങൾക്ക് അപ്പം തന്നു. നിങ്ങൾ വിശന്നിരിക്കുന്ന കണ്ടപ്പോൾ കർത്താവിന് ഈ മനസ്സലിവ് ഒത്തിരിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കർത്താവ് മനസ്സലിവ് കൊണ്ട്
അവർക്ക് അപ്പം കൊടുത്തു. ഓക്കെ, അത് കർത്താവ് ചെയ്യും. ഇപ്പോഴും എൻ്റെ ചിന്ത, പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലുമുള്ള ആരെങ്കിലുമൊക്കെ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ അവരെ കർത്താവ് സഹായിക്കും. കാര്യം കർത്താവ് ഒത്തിരി മനസ്സലിവുള്ള ആളാണ്. പക്ഷെ അങ്ങനെ കർത്താവിൽ നിന്ന് ചിലപ്പം രോഗികളായിരുന്ന ആളുകളൊക്കെ ചിലപ്പം, എൻ്റെ ചിന്ത, അവർ ദൈവത്തോട്, യേശുവിനോട് പ്രാർത്ഥിച്ച് അവർക്ക് ചിലപ്പം രോഗസൗഖ്യം കിട്ടിയെന്നും ഇരിക്കും. അതിൻ്റെ അർത്ഥം അവർ ശിഷ്യന്മാരാണെന്നല്ല. കാരണം ഇവർ യേശുവിൻ്റെ പിന്നാലെ വരുന്നത് എന്തിനാ? വല്ലതും കിട്ടാനാണ്, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ. അവർക്ക് യേശുവിനെ അല്ല വേണ്ടത്. യേശു കൊടുക്കുന്നതാ വേണ്ടത്. കർത്താവിനത് മനസ്സിലായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അവർ വിളിച്ച് രാജാവാക്കാൻ നോക്കിയപ്പോൾ അതിന് സമ്മതിക്കാതിരുന്നതിൻ്റെ കാര്യം കർത്താവ് തന്നെ അവിടെ പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്ര എന്നെ അന്വേഷിക്കുന്നത്. അടയാളം കണ്ടതുകൊണ്ടല്ല. അതായത് കർത്താവ് പറയുന്നത് ഇതാണ്, ഞാൻ നിങ്ങൾക്ക് അപ്പം തന്നപ്പോൾ, നിങ്ങളുടെ ഭൗമികമായ വിശപ്പ് മാറ്റാൻ അപ്പം തന്നപ്പോൾ, പിന്നീടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് പറഞ്ഞ അതൊരു അടയാളമായിരുന്നു. കാരണം ഇത് തിന്നാൽ നിങ്ങളുടെ ഭൗമികമായ വിശപ്പ് മാറും. പക്ഷേ നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ ഭൗമികമായ വിശപ്പല്ല, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിപ്പിൻ, അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. ഞാൻ നിത്യജീവൻ നൽകുവാൻ വന്ന ആളാണ് എന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാഞ്ഞത്? അത് നിങ്ങളെന്താ ശ്രദ്ധിക്കാഞ്ഞത്? അതെന്താ നിങ്ങൾക്ക് മനസ്സിലാകാഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചത് ഞാൻ നിങ്ങൾക്ക് ഭൗമിക നന്മകൾ തരുന്ന വ്യക്തിയാണ് എന്ന് മാത്രമേ നിങ്ങൾ ചിന്തിച്ചുള്ളൂ. ഇന്നും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ത്? ഭൗമികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം യേശുവിൻ്റെ പിന്നാലെ പോകുന്നവർ. ഭൗമികമായ ആവശ്യങ്ങൾ നമുക്കുണ്ട്, പക്ഷെ കർത്താവ് പറയുന്നു, ഇവിടെ നിത്യജീവൻ പ്രാപിക്കാതെ ഭൗമികമായ നന്മകൾ മാത്രം കിട്ടുന്നത്, അതിനുവേണ്ടി മാത്രം വരുന്നത്, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഞാൻ വന്നത് അതിനല്ല. 5 അപ്പം കൊണ്ട് അതുപോട്ടെ, ഞാൻ ഇന്നലെ 5000 പേർക്ക് ഭക്ഷണം തന്നു. ഇനി 5000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ ഹേരോദാവിന് വേണമെങ്കിലും കഴിയും. പീലാത്തോസ് നിശ്ചയിച്ചാൽ ചിലപ്പം 50,000 പേർക്ക് ഭക്ഷണം കൊടുത്തെന്നിരിക്കും. റോമിലെ സീസർ നിശ്ചയിച്ചാൽ ചിലപ്പം 5 ലക്ഷം പേർക്ക് ഭക്ഷണം കൊടുക്കാൻ അയാൾക്ക് കഴിഞ്ഞെന്ന് വരും. പക്ഷേ അതെല്ലാം നശിച്ചു പോകുന്ന ആഹാരമാണ്. കർത്താവ് പറഞ്ഞു, ഇന്നലെ ഞാനാണ് നിങ്ങൾക്ക് ആഹാരം തന്നത്. അപ്പോൾ ഭൗമികമായ ഏത് കാര്യവും നശിച്ചു പോകുന്ന ആഹാരമാണ്. ഇന്നലെ അവർക്ക് ഫുഡ് കിട്ടി, ആ ഫുഡ് വയറ്റിലോട്ട് പോയി, രാവിലെ അത് വയറ്റിൽ നിന്ന് പോയി, ഇപ്പോൾ അവർക്ക് പിന്നെയും വിശക്കുന്നു. കാര്യം അത് നശിച്ചു പോകുന്ന ആഹാരമാണ്. പ്രിയമുള്ളവരെ, ആഹാരം മാത്രമല്ല, ബാക്കിയുള്ള എന്തും, ഭൗമികമായ എന്തും നശിച്ചു പോകുന്നതാണ്. ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, രോഗസൗഖ്യം പോലും നശിച്ചു പോകുന്നതാണ്. ചിലപ്പം മെനഞ്ചൈറ്റിസ് വന്ന് പ്രാർത്ഥിച്ച് ചിലപ്പോൾ രോഗസൗഖ്യമായെന്നിരിക്കും. അതിൻ്റെ അർത്ഥം പിന്നെ അവന് രോഗമൊന്നും വരത്തില്ലെന്നല്ല. മെനഞ്ചൈറ്റിസ് വന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമായ വ്യക്തി ഒരുപക്ഷെ മലേറിയ വന്ന് പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ മരിച്ചെന്നിരിക്കും. കാര്യം ഭൗമികമായ കാര്യങ്ങളെല്ലാം നശിച്ചു പോകുന്ന ആഹാരമാണ്. എന്നാൽ കർത്താവ് വന്നത് നമുക്ക് നിത്യജീവനെ നൽകുവാനാണ്. ആ നിത്യജീവനെ നൽകണമെങ്കിൽ കർത്താവ് താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ
ഞാനത് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും പറയട്ടെ, അവിടെ പറയുന്നതായ കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ശരിക്കും ഇന്നലെ ഞാൻ തന്നത് ആ അപ്പമല്ല, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 48-ാം വാക്യത്തിൽ ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അപ്പം നിങ്ങൾ എന്നെ ആയിരുന്നു ഭക്ഷിക്കേണ്ടത്. ഞാൻ ഇന്നലെ അപ്പം തന്നപ്പോൾ നിങ്ങളുടെ വയറ്റിലേക്ക് അത് പോയി. എന്നാൽ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ കയറിയാൽ, നിങ്ങൾ എന്നെ ഭക്ഷിച്ചാൽ, നിങ്ങളുടെ വയറ്റിലേക്കല്ല ഞാൻ വരുന്നത്, നിങ്ങളുടെ ഉള്ളിലേക്കാണ്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്കാണ്. അവിടെ ഞാൻ കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ ഭരിക്കും. ഇന്നലെ നിങ്ങൾ എന്നെ രാജാവാക്കാൻ നോക്കിയല്ലോ. എന്തിനാ രാജാവാക്കാൻ നോക്കിയത്? ഇന്നും ഭക്ഷണം കിട്ടാൻ വേണ്ടി. പക്ഷെ അങ്ങനെ എന്നും ഭക്ഷണം തരുന്ന ഒരു രാജാവായി ഇരിക്കാൻ അല്ല ഞാൻ വന്നത്. നിങ്ങളെ ഭരിക്കുന്ന, നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തുന്ന ഒരു രാജാവാകുവാനാണ് ഞാൻ വന്നത്. അപ്പോൾ യേശുവിനെ കർത്തൃത്വം നടത്തുന്ന രാജാവായി മനസ്സിലാക്കണം. നമ്മൾ അതാണ് പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത്. കാരണം ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് തന്നെ യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യപ്പെടാം. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുന്നു. രക്ഷയ്ക്കായി ഏറ്റുപറയുന്നത് എന്താണ്? രക്ഷയ്ക്കായി ഏറ്റുപറയുന്നത് മറ്റൊന്നുമല്ല, യു ആർ മൈ ലോഡ്. എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്ന ദൈവമാണ് യേശു. യേശുവേ, നീ എൻ്റെ കർത്താവായി വരണമേ, എന്നെ ഭരിക്കണമേ എന്ന് പറയുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. ഇത് മനസ്സിലാക്കാതെ വരുന്നവരൊക്കെ പുരുഷാരം പോലെ ഉള്ളൂ. ഇന്ന് പല യോഗങ്ങളിലും മീറ്റിങ്ങുകളിലും ടി വിയിലും മറ്റേടത്തും മറിച്ചിടത്തും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വലിയ പ്രോസ്പെരിറ്റി പ്രസംഗിക്കുന്ന ആളുകൾ അവർ യേശുവിനെ രാജാവാക്കാൻ പറയുന്നത് നിനക്ക് അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ ഉള്ളത് വെച്ചാൽ, നിത്യജീവനെക്കുറിച്ച് ഇവരാരും ഈ ടി വി പ്രസംഗകരിൽ നല്ലൊരു ശതമാനവും നിത്യജീവനെക്കുറിച്ച് സംസാരിക്കുന്നേയില്ല. നിത്യജീവൻ ലഭിക്കണമെങ്കിൽ യേശുവിനെ ഉള്ളിൽ കയറ്റണം. അല്ലാതെ യേശു നൽകുന്ന ഭൗമിക നന്മകൾ സ്വീകരിച്ചാൽ മാത്രം പോരാ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. അതുകൊണ്ട് കർത്താവ് തന്നെ പറയുകയാണ് 53-ാം വാക്യത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രൻ്റെ മാംസം തിന്നാതെയും അവൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. മാംസം തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൈയൊക്കെ കടിച്ചു പൊളിച്ച് തിന്നുന്നുള്ള അർത്ഥത്തിലല്ല. ഭൗമികമായ കാര്യമല്ല. ഭൗമികമായ മാംസം നമ്മൾ തിന്നുക എന്നുള്ള അർത്ഥമല്ല. യേശുവിനെ ഉള്ളിലേക്ക് കയറ്റുന്ന കാര്യമാണ്. എൻ്റെ മാംസം സാക്ഷാൽ ഭക്ഷണവും എൻ്റെ രക്തം സാക്ഷാൽ പാനീയവുമാകുന്നു. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. 56-ാമത്തെ വാക്യത്തിൽ. അപ്പോൾ എന്താണ്? യേശു എന്നിൽ വസിക്കുന്നു, ഞാൻ യേശുവിൽ വസിക്കുന്നു. അതാണ് ജീവന്റെ അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ള അർത്ഥം. നോക്കുക, അതുകൊണ്ട് നിങ്ങൾ ഇന്നലെ അപ്പം തിന്നു, പക്ഷെ നിങ്ങളുടെ രീതിയിൽ ജീവിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് പറ്റത്തില്ല. ഞാൻ കർത്തൃത്വം നടത്താനാണ് വരുന്നത്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ എന്നുള്ളത് പോലും ഞാൻ തീരുമാനിക്കും. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ ഞാൻ ഏറ്റെടുക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ആളുകൾ എന്ത് പറഞ്ഞു? 60-ാമത്തെ വാക്യത്തിൽ,
അവരുടെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിന വാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയുമെന്ന് ചോദിച്ചു. അപ്പം പുരുഷാരത്തിൻ്റെ പ്രത്യേകതയാണ്. ഭക്ഷണം കഴിക്കാൻ അവർ മുന്നിലുണ്ട്, രോഗസൗഖ്യം കിട്ടാനുണ്ട്, കാറ് കിട്ടാനുണ്ട്, വീട് കിട്ടാനുണ്ട്, ഭൗമിക നന്മകൾക്ക് വേണ്ടി യേശുവിൻ്റെ പിന്നാലെ പോകുന്നവരുണ്ട്. അവർ പുരുഷാരമാണ്. അവർ യേശുവിനെ ഭക്ഷിക്കുന്നില്ല. യേശു അവരുടെ മേൽ കർത്തൃത്വം നടത്തുന്നില്ല. നമ്മൾ സഭകളിൽ കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ട ഒരു ഉപദേശമാണ് യേശുവിൻ്റെ കർത്തൃത്വം എന്നുള്ളത്. യേശുവിൻ്റെ കർത്താവായിരിക്കണം. അതാണ് നിത്യജീവങ്കിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത് കേട്ടപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു, ഇത് കഠിന വാക്ക്, ഇത് ആർക്കനുസരിക്കാൻ പറ്റും? അവർ പറഞ്ഞത്, മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വരാം, വി വിൽ കം ഫോർ ദ മീറ്റിംഗ് ഇഫ് ദർ ഇസ് ഈറ്റിംഗ് ആഫ്റ്റർ ദ മീറ്റിംഗ്. യോഗാനന്തരം ഭക്ഷണം ഉണ്ടെങ്കിൽ ഞങ്ങൾ യോഗത്തിന് വരാം. പക്ഷേ നീ ഞങ്ങളെ വന്ന് ഭരിക്കുമെന്നൊക്കെ പറഞ്ഞാൽ അതല്പം പ്രയാസമുള്ള കാര്യമാണ്. നോക്കുക, ഇതാണ് പുരുഷാരത്തിൻ്റെ പ്രത്യേകത. പുരുഷാരം യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് തങ്ങളെ ഭരിക്കുവാൻ യേശുവിന് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. യോഗം ഉണ്ടെങ്കിൽ വരും, പ്രത്യേകിച്ച് ഈറ്റിങ്ങൂടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വരും. ഇവർ ഈ ടാർഗറ്റ് ബോർഡിൻ്റെ ഔട്ടർ ലെയറിലുള്ള ആളുകളാണ്. അതായത് യോഗത്തിൻ്റെ സമയത്ത് അകത്തോട്ട് കയറും, അത് കഴിഞ്ഞ് പുറത്താണ്, പിന്നെ അവരുടെ ലോകത്തിലാണ്. പുരുഷാരത്തിൻ്റെ പ്രത്യേകത, അവരെ ശിഷ്യന്മാരെന്ന് പോലും പറയാൻ പറ്റത്തില്ല, അവരെ ശിഷ്യന്മാരെന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം അവർ അനുഗമിക്കുന്നവരല്ല. ആരാണ് ശിഷ്യൻ? അനുഗമിക്കുന്നവനാണ് ശിഷ്യൻ. അങ്ങനെ അനുഗമിക്കുന്നവനെ ഭരിക്കുന്നത് കർത്താവാ. യേശുവിനെ കർത്താവാക്കുന്നവൻ മാത്രമാണ് യഥാർത്ഥത്തിൽ ശിഷ്യൻ. ഈ ടാർഗറ്റ് ബോർഡിൻ്റെ ഔട്ടർ ലെയറിൽ കിടക്കുന്ന ഒത്തിരി പേര് സഭകളിൽ ഇടയ്ക്കൊക്കെ വരുന്നവരുണ്ട്, വന്നിരുന്നേച്ചൊക്കെ പോകും. അവർക്ക് അതൊക്കെ വലിയ സന്തോഷമാണ്, പാട്ടുമൊക്കെ സന്തോഷമാണ്. പക്ഷേ യേശുവിന് തങ്ങളെ തന്നെ ഭരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. എന്നാൽ ഈ ഔട്ടർ ലെയറിൽ നിന്ന് അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്, അവർ ഔട്ടർ ലെയറിലാണ്, പക്ഷേ അതിൻ്റെ ഔട്ടർ ലെയറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിലത്തെ ലെയറല്ല, അതിൻ്റെ അടുത്ത ലെയർ. പക്ഷേ ആ ലെയറും ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങും. 100% ഈ ടാർഗറ്റ് ബോർഡിനകത്ത് തന്നെയല്ല. കർത്താവ് 70 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നത്, അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു, താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ചു. അവരോട് പറഞ്ഞത് നമുക്കറിയാം. അവർ ശിഷ്യന്മാരാണ്, പക്ഷേ ഇടയ്ക്ക് അവർ പുറത്തിറങ്ങുക. അവർക്ക് ഈ മിനിസ്ട്രി ഉള്ളപ്പോഴേ കാര്യം ഈ 70 പേരെ നമ്മൾ പിന്നെ കാണുന്നില്ല. അവർ ടോട്ടലി ഇന്നർ സർക്കിളിലല്ല, ടാർഗറ്റ് ബോർഡിനകത്തല്ല. പക്ഷേ പുരുഷാരമല്ല അവർക്ക് കർത്താവിനെ അറിയാം, കർത്താവിനെ അവരെ അറിയാൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇടയ്ക്ക് അവരുടെ മിനിസ്ട്രി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്വകാര്യമായ ഒരു ലോകമുണ്ട്. ഈ 70 പേരെ കർത്താവ് ഫലമേൽപ്പിച്ച ശുശ്രൂഷ കഴിഞ്ഞിട്ട് പിന്നെ അവരെ കാണുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. എന്നാൽ അവർ പുരുഷാരം അപ്പം തിന്നാൻ വേണ്ടി മാത്രം വരുന്നുള്ളൂ. ഇതങ്ങനല്ല. മിനിസ്ട്രി ചെയ്യാനും അവർ തയ്യാറാണ്, ശുശ്രൂഷ ചെയ്യാനും തയ്യാറാണ്. ഞാൻ ചിലപ്പം ആലോചിക്കാറുണ്ട്, ഈ ആഫ്രിക്കയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കൊയർ അവിടെ പാട്ടാണല്ലോ ഒരു പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് വരുന്നത്. കൊയർ പാട്ട് പാടുക, കൊയർ നല്ല അടിച്ച് പൊളിച്ച് പാട്ടും ഭയങ്കര കാര്യങ്ങളാണ്. പക്ഷേ പ്രസംഗം തുടങ്ങിയപ്പോൾ ഇവരെ ആരെയും കാണാനില്ല. നോക്കിയപ്പം അപ്പുറത്ത് പോയിരുന്ന അമ്മമാർ കൊക്കക്കോള കുടിക്കുക. അവരെ കൊയർ ഏൽപ്പിച്ചിരിക്കുക സഭ. അവരെ കൊയർ
പാട്ട് പാടാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആഫ്രിക്ക വെച്ച് നടന്ന കാര്യം. ആഫ്രിക്ക തന്നെയൊന്നുമല്ല, ഇവിടെയൊക്കെ ഇതൊക്കെ നാട്ടിൽ തന്നെയൊക്കെ നടക്കുന്നത്. ഇപ്പം ഞാൻ പണ്ടൊക്കെ എല്ലാം ആഫ്രിക്ക ആഫ്രിക്ക എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അതൊക്കെ ഇവിടെയും ഒത്തിരി ആയിട്ടുണ്ട്. അതായത് അവർ 100% ഈ ഇന്നർ സ്ക്വയറിലല്ല, പക്ഷെ ഒത്തിരി സമയമുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് അവരുടെ സ്വകാര്യ ലോകത്തിലേക്ക് പോകണം. പുരുഷാരം സ്വകാര്യ ലോകത്തിലാണ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടൊന്ന് കയറും. പക്ഷേ ഈ 70 പേരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത്, അവര് ഒത്തിരി സമയമൊക്കെ ഈ ടാർഗറ്റ് ബോർഡിലുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവരുടെ സ്വകാര്യ ലോകത്തിലേക്ക് പോകും. പുരുഷാരം സ്വകാര്യ ലോകത്തിലാണ് അവരുടെ ജീവിതം, പിന്നെ ഇടയ്ക്ക് അകത്തേക്കൊന്ന് കയറുന്ന ആളുകൾ ആ ഇന്നർ സർക്കിളിലേക്ക് ഒന്ന് കയറും, പിന്നെ അങ്ങ് പോകും. രണ്ടാമത്തെ ഗ്രൂപ്പ് ഇന്നർ സർക്കിളിലുണ്ട്, ആ സ്ക്വയറിലുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവർക്ക് പുറത്തു പോകണം. അത് മറ്റൊരു ഗ്രൂപ്പാണ്. അതായത് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് പുരുഷാരത്തിൽ ഒരാളാകാനല്ല, 70 പേരിൽ ഒരാളാകാൻ പോലുമല്ല. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് മുഴുവൻ സമയവും യേശുവിനോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. അതാണ് ആ സ്ക്വയറിനകത്ത് തന്നെയാണ്. അതിന് ആ റൗണ്ട് പുറത്തേക്ക് പോകുന്നില്ല, ആ യേശുവിൻ്റെ സ്ക്വയറിൽ തന്നെയാണ്. അതാണ് 12 പേരുടെ കാര്യം ആലോചിച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 12 പേര് ആ സ്ക്വയറിനകത്തിരിക്കുന്നവരായ ആളുകളാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ്. 13-ാമത്തെ വാക്യത്തിൽ, പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. നോക്ക്, ഈ പുരുഷാരം വിളിക്കാതെ തന്നെ വന്നവരാ. 70 പേരങ്ങനല്ല, കർത്താവ് നിയമിച്ചതാണ്. പുരുഷാരം വിളിക്കാതെ തന്നെ വന്നവരാ. എന്നാൽ ഈ 70 പേരും ഇടയ്ക്ക് പുറത്തു പോകുന്നവരാ. പക്ഷേ ഈ 12 പേരുടെ കാര്യമെന്ന് പറയുന്നത്, ഈ 12 പേരെ കർത്താവ് വിളിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. കർത്താവ് വിളിക്കുക, അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കുന്നത് കർത്താവാ. മറ്റവരൊക്കെ അറിഞ്ഞും കേട്ടും വന്നവരാണ്. 70 പേരങ്ങനല്ല, പുരുഷാരത്തിൻ്റെ കാര്യം. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവരെ അടുക്കൽ വിളിച്ചു, അവർ അവൻ്റെ അരികെ വന്നു. അപ്പോൾ അവിടെ കർത്താവ് വിളിക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവ് വിളിക്കുന്നു, നമ്മൾ അവൻ്റെ അരികെ ചെല്ലണം. അതായത് നമ്മൾ സ്വീകരിക്കണം, കർത്താവിൻ്റെ വിളിയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ 12 അവൻ വിളിച്ചു. എന്തിനാ വിളിച്ചത് എന്ന് ചോദിച്ചാൽ, അവൻ തന്നോടുകൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും 12 നിയമിച്ചു. ഇതൊത്തിരി പറയാനുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ഈ ഇന്നർ സർക്കിളിൻ്റെ കാര്യം മാത്രം ഒന്ന് പറയാൻ വേണ്ടിയാണ് ഈ മെസ്സേജ് എടുത്തത്. അതുകൊണ്ട് ഞാനത് വിശദമാക്കുന്നില്ല. പക്ഷേ ഈ 12 പേര് അവർ ഒരിക്കൽ പോലും പുറത്തേക്ക് പോകുന്നില്ല. തന്നോട് കൂടെ ഇരിപ്പാൻ, എപ്പോഴും യേശുവിൻ്റെ കൂടെ, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും. പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ ഇരിക്കാനല്ല, പ്രസംഗിക്കുമ്പോൾ യേശുവിൻ്റെ കൂടെ തന്നെയാണ്. ഇവർ യേശുവിൻ്റെ കൂടെയാണ് അവരുടെ വാസം. 24/7 യേശുവിൻ്റെ കൂടെയാണ്. അതാണ് ശിഷ്യൻ്റെ വിളി എന്ന് പറയുന്നത്. പ്രസംഗം രണ്ടാമത്തെ കാര്യമാണ്. പ്രസംഗം വലിയ കാര്യം തന്നെയാണ്, പക്ഷേ അത് രണ്ടാമത്തെ കാര്യമാണ്. കർത്താവ് നമ്മളെ ഒക്കെ വിളിച്ചെന്തിനെന്നറിയാമോ? ഒന്നാമത് തന്നോട് കൂടെ ഇരിക്കാനാണ്.
അവർക്ക് ഇടവേളകളില്ല. പുരുഷാരത്തിന് ഇടവേളകളേ ഉള്ളൂ. ഇടയ്ക്ക് ഇങ്ങോട്ടൊന്ന് കയറി 70 പേര് ഇടവേളകൾ കണ്ടെത്തിയവരാ. അവർ യേശുവിൻ്റെ കൂടെ ഉണ്ട്, പക്ഷേ ഇടവേളകളുണ്ട്. പക്ഷേ ഈ 12 പേർക്ക് ഇടവേളകളില്ല. 24/7 അവർ യേശുവിൻ്റെ കൂടെയാണ്. അതിനാ യേശു അവരെ വിളിച്ചത്, തന്നോട് കൂടെ ഇരിപ്പാൻ. പിന്നെ ശുശ്രൂഷയൊക്കെ ഉണ്ട്, പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കാനും എല്ലാം ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ തന്നോട് കൂടെ ഇരിക്കാത്തവൻ ആരും ഈ ജോലി ചെയ്യണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അടിസ്ഥാനപരമായി ഞാൻ ആത്മീയ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ്. അടിസ്ഥാനപരമായി എൻ്റെ വിളി എന്ന് പറയുന്നത് ശുശ്രൂഷ ചെയ്യുക എന്നുള്ളതല്ല, തന്നോട് കൂടെ ഇരിക്കുക എന്നുള്ളതാണ്. നമ്മളെ മേലെല്ലാം ഉള്ള വിളി ഒന്നാമത് നമ്മൾ തന്നോട് കൂടെ ഇരിക്കണം. പക്ഷേ തന്നോട് കൂടെ ഇരുന്നാൽ ദൈവം തീർച്ചയായിട്ടും പ്രസംഗിക്കേണ്ടതിന് അയക്കും. ശുശ്രൂഷയുണ്ട്, പക്ഷേ ആ ശുശ്രൂഷയ്ക്ക് നമ്മളെ പ്രാപ്തമാക്കുന്നത് യേശുവിനോട് ചേർന്നുള്ള സഹവാസമാണ്. 24/7 യേശുവിനോട് കൂടെ വസിക്കുന്ന ഒരവസ്ഥ. ഇവര് ടാർഗറ്റ് ബോർഡിൻ്റെ അകത്ത് തന്നെയാണ്. ഇടയ്ക്ക് ഒരിക്കൽ പോലും അവർ ടാർഗറ്റ് ബോർഡിന് പുറത്ത് പോകുന്നില്ല. ആ ടാർഗറ്റ് ബോർഡിൻ്റെ അകത്ത് തന്നെയാണ്. അവരെയാണ് യഥാർത്ഥത്തിൽ ശിഷ്യൻ എന്ന് വിളിക്കേണ്ടത്. കാര്യം ബാക്കിയുള്ളവരൊക്കെ പുരുഷാരത്തിൻ്റെ ഭാഗമായിട്ടും ചിലർ പെർഫോമൻസിന് വേണ്ടി ഈ പാട്ടും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ അല്ലെങ്കിൽ ഈ ആഫ്രിക്കയിലെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ സംബന്ധിച്ചോളം അതൊരു പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് അവർ കാണുന്നത്. അത് കഴിഞ്ഞാൽ അവരെ കിട്ടത്തുമില്ല, കാണത്തുമില്ല. കാര്യം അവർക്ക് പെർഫോം ചെയ്യണം. പക്ഷെ യേശുവിൻ്റെ കൂടെ ഇരിക്കാൻ വിളിക്കപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ ശിഷ്യൻ എന്ന് പറയുന്നത്. അത് കുറച്ച് മണിക്കൂർ നേരത്തേക്കല്ല, 24 മണിക്കൂറും യേശുവിൻ്റെ കൂടെ ഇരിക്കുക. അവൻ ടാർഗറ്റ് ബോർഡിൻ്റെ പുറത്തേക്ക് പോകുന്നേയില്ല. അവൻ ആ സെൻട്രൽ പോയിന്റിനോട് അടുത്ത്. അതുകൊണ്ട് പുരുഷാരത്തിലൊരാളാകാനല്ല, വല്ലപ്പോഴും ശുശ്രൂഷ ചെയ്യുന്ന 70 പേരിൽ ഒരാളാകാനുമല്ല, ഈ 12 പേരെ പോലെ ടാർഗറ്റ് ബോർഡിൻ്റെ അകത്ത് തന്നെ ഇരിക്കുന്ന ആളുകളാകാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ടാർഗറ്റ് ബോർഡിനകത്തുള്ള റൗണ്ടുകളുണ്ടല്ലോ, വട്ടങ്ങളുണ്ടല്ലോ, അത് ഒന്ന് മാത്രമല്ല, ചിലപ്പം 2 or 3 വൃത്തങ്ങളൊക്കെ കണ്ടെന്നിരിക്കും. അങ്ങനെ അവർ ടാർഗറ്റ് ബോർഡിന് പുറത്തു പോകുന്നില്ലെങ്കിലും ഈ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴും അവിടെയും ഉണ്ടല്ലോ കുറെ കൂടെ അകത്ത് കുറെ കൂടെ ഉള്ളിലേക്ക് കയറുന്ന ഒരു അനുഭവം നമ്മൾ കാണുന്നുണ്ട്. ഈ 12 പേര് ടാർഗറ്റ് ബോർഡിനകത്ത് തന്നെ ഉള്ളവരാണ്. പക്ഷേ നമുക്കറിയാം, ഈ 12 പേരിൽ തന്നെ ടാർഗറ്റ് ബോർഡിലെ സെൻട്രൽ പോയിന്റ് ആണല്ലോ യേശു. ആ സെൻട്രൽ പോയിന്റിനോട് കുറച്ചുകൂടെ അടുത്ത് വന്ന് നിൽക്കുന്നതായ ചില ആളുകളെ നമുക്ക് കാണാം. ഈ 12 പേരിൽ തന്നെ 3 പേരെ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. ബാക്കിയുള്ള 9 പേര് യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്, ടാർഗറ്റ് ബോർഡിനകത്ത് തന്നെയാണ്. പക്ഷേ ടാർഗറ്റ് ബോർഡിൻ്റെ തന്നെ അകത്ത് നിന്നാൽ പോലും അതിൻ്റെ ഏറ്റവും പുറത്തുള്ള ഒരു ലെയറിൽ നിൽക്കാനല്ല നമ്മൾ പരിശ്രമിക്കേണ്ടത്. കുറച്ചുകൂടെ അകത്തോട്ട് കയറ്, ആ സെൻട്രൽ പോയിന്റിലേക്ക്, യേശുവിൻ്റെ അടുത്തേക്ക്. 12 ശിഷ്യന്മാരിൽ ഒരാളാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇന്ന് സഭകളിൽ വരുന്ന നല്ലൊരു ശതമാനം ഈ 12 പേരിൽ ഒരാളാകുന്നില്ല. ചിലർ പുരുഷാരമായിട്ട് തന്നെ നിൽക്കുന്നവരുണ്ട്, ചിലർ ഈ 70 പേരിൽ ഒരാളായിട്ട് നിൽക്കുന്നവരുണ്ട്. അവർക്കൊരു പ്രൈവറ്റ് ലോകമുണ്ട്. ഇടയ്ക്കൊക്കെ അവരുടെ പ്രൈവറ്റ് ലോകത്തിലേക്ക് കയറും.
എന്നാൽ ക്രിസ്ത്യാനിത്വത്തിൻ്റെ പ്രത്യേകത, ശിഷ്യത്വത്തിൻ്റെ പ്രത്യേകത, ശിഷ്യൻ ഒരു പ്രൈവറ്റ് ലോകമില്ല. അവൻ അവൻ്റെ ലോകത്തിലേക്ക് പോകുന്നില്ല. അവൻ ഈ ടാർഗറ്റ് ബോർഡിനകത്ത് മാത്രം നിൽക്കുന്നവനാണ്. ശിഷ്യൻ അവൻ്റെ ലോകം കളഞ്ഞിട്ട് വന്നവനാണ്. അങ്ങനെയുള്ളവൻ മാത്രമാണ് ശിഷ്യൻ. അതിൽ ഈ 12 പേരും ഉണ്ട്. എന്നാൽ 12 പേരിൽ നിന്ന് ഞാൻ പറയട്ടെ, കുറെ കൂടെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റിയാൽ അതല്ലേ നല്ലത്. അങ്ങനെ അതുകൊണ്ടെന്താ, ഈ ബാക്കിയുള്ള 9 പേർക്ക് ലഭിക്കാത്ത ചില അവസരങ്ങൾ ദൈവം ഈ 3 പേർക്ക് കൊടുക്കുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ അതിൻ്റെ 37-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, ആ, നമുക്ക് പള്ളിപ്രമാണിയുടെ വീട്ടിലെ കാര്യമാണ് പറയുന്നത്. ആ, ആ, പള്ളിപ്രമാണിയുടെ വീട്ടിൽ ആളുകൾ വന്ന സമയത്ത് പള്ളിപ്രമാണി യേശുവിൻ്റെ അടുത്തേക്ക് ആളെ വിട്ടു. ഇനി വരേണ്ട കാര്യമില്ല, നിൻ്റെ മകൾ, പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്ന് നിൻ്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നുണ്ട് എന്ന് ചോദിച്ചു. 35-ന് 36 യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. എന്നാൽ പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് കയറുമ്പോൾ 37-ാമത്തെ വാക്യത്തിൽ പത്രോസും യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. കർത്താവ് വലിയൊരു അത്ഭുതം അവിടെ പ്രവർത്തിക്കാൻ പോകുകയാണ്. പക്ഷേ ആ 12 പേരുടെയും ഇന്നർ സർക്കിളിലേക്ക് 3 പേരെ കർത്താവ് ക്ഷണിക്കുകയാണ്. അപ്പോൾ കർത്താവ് അവിടെ നമ്മൾ കാണുന്നത് 40-ാമത്തെ വാക്യത്തിൽ അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെയുള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്നിടത്തേക്ക് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. തന്നോട് കൂടെയുള്ള 3 പേര്, പിന്നെ കുട്ടിയുടെ അപ്പനും അമ്മയും. അപ്പോൾ കർത്താവ് അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ കാണുന്നത്. ആ പെൺകുട്ടിയെ, ബാല എഴുന്നേൽക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്ന അർത്ഥത്തോടെ തലീത കൂമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. ബാക്കി 9 പേർക്ക് ലഭിക്കുന്നതിനേക്കാൾ യേശു കയറിപ്പോകുന്ന ശുശ്രൂഷയുടെ ഇൻറ്റീരിയറായിട്ടുള്ള സ്ഥലങ്ങളിലേക്കും കൂടെ യേശുവിൻ്റെ കൂടെ മാറാതെ നിൽക്കുന്ന 3 പേര്. അത് പല ഭാഗത്തും നമ്മൾ കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 8-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 50 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, നമുക്ക് ഇതേപോലെ പള്ളിപ്രമാണിയുടെ ആ കാര്യം അവിടെയും നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെയും ഈ 3 പേരെ കൂടെ അവൻ കൂടെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകതയുണ്ട്. അവിടെ മറുരൂപമലയുടെ അനുഭവമാണ് നമ്മളവിടെ കാണുന്നത്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവൻ്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. ഈ 3 പേര് 12 പേരുടെ സർക്കിളിൻ്റെയും അകത്തുള്ള ഇന്നർ സർക്കിളിലുള്ള ആളുകളാണ്. അവരെ 3 പേരെ കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു, അവൻ്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. ഞാൻ ആ ഭാഗങ്ങൾ കൂടുതൽ പറയുന്നില്ല. അവിടെ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്നറിയാമോ? യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന, അതായത് യേശുവിനോട് കൂടെ ഉള്ളവരാണ് ഈ 12 ശിഷ്യന്മാരും. എന്നാലും അതിനേക്കാൾ കുറെ കൂടെ അടുത്തു പോയ ആളുകൾ, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, അവർക്കാണ് മറുരൂപമലയുടെ ദർശനമൊക്കെ ലഭിക്കുന്നത്. യേശുവിൻ്റെ വെളിപ്പാടുകൾ ശരിക്കും ലഭിക്കണമെങ്കിൽ ടാർഗറ്റ് ബോർഡിനകത്താണെങ്കിൽ അതുകൊണ്ട് മാത്രമല്ല, കുറെ കൂടെ ആഴത്തിലേക്ക് അവരുടെ ആത്മീയത വളരുന്നത് അങ്ങനൊരവസ്ഥ. ഇന്ന് ഈ സന്ധ്യയിൽ
ഞാനും നിങ്ങളോട് പറയട്ടെ, എന്നോട് ഉൾപ്പെടെ, നമ്മൾ പുരുഷാരമല്ല, ശിഷ്യന്മാരാണ്, 12 പേരിൽ ഒരാളാണ്. തന്നോട് കൂടെ ഇരിപ്പാൻ നമ്മളെ വിളിച്ചിരിക്കുന്നു. എന്നാൽ അവിടെയും നമ്മൾ ആ യേശുവിനോട് ഒന്നുകൂടെ ഒന്ന് അടുത്തിച്ചല്ല, കുറെ കൂടെ അടുത്തേക്ക് വിട്ടുപിരിയാതെ യേശുവിൻ്റെ പിന്നാലെ പോകുക. ഈ 9 പേര് മാറി നിന്ന സമയത്ത് പോലും അവർ യേശുവിനെ ഇട്ടേച്ച് പോയി ഒന്നുമില്ല. തിരിച്ച് ഈ 9 പേരുടെ പിന്നെയും 12 പേരുടെ അടുത്തേക്കാണ് കർത്താവ് വരുന്നത്. ആ 12 പേരും ശിഷ്യന്മാരാണ്. 12 പേരും സ്വർഗത്തിൽ പോകും. യൂദായുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. എങ്കിലും തൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാർ തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്ത് കുറെ കൂടെ യേശുവിനോട് അടുത്ത് യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ. ഇന്നീ സന്ധ്യയെങ്കിൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, നമ്മൾ 12 പേരിൽ ഒരാളാണ് എന്നുള്ളത് നല്ല കാര്യം. പക്ഷെ അത് പോരാ. കുറെ കൂടെ അടുത്ത് അപ്പോഴാണ് ട്രാൻസ്ഫോർമേഷനും മറ്റും നമുക്ക് കർത്താവിൻ്റെ ആ ആ ആ മറുരൂപ അവസ്ഥയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആ ആ ലെവലിൽ നമ്മൾ ട്രാൻസ്ഫിഗറേഷൻ, ആ യേശുവിൻ്റെ ട്രാൻസ്ഫിഗറേഷൻ, അതുപോലെ ആ ദർശനങ്ങളുടെ ആഴത്തിലേക്ക് നമുക്ക് കടക്കണമെങ്കിൽ ബാക്കി 9 പേർക്ക് അപ്പുറത്തേക്ക്, ഞാൻ പറഞ്ഞില്ലേ 9 പേര് ശിഷ്യന്മാർ തന്നെയാണ്, എന്നാൽ അതിനും അപ്പുറത്തേക്ക് കടന്ന് യേശുവിൻ്റെ ആ ദർശനം നമ്മൾ പ്രാപിക്കണം. യേശുവിനോട് കുറെ കൂടെ. നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടു, ദൈവകൃപ അനുഭവിച്ചു, ശിഷ്യന്മാരായി. പക്ഷേ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവേ, എനിക്ക് 12 പേരിൽ ഒരാളാണ് എന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പക്ഷേ ആ 3 പേരുടെ അവസ്ഥ പോലെ കുറെ കൂടെ നിന്നോട് ചേർന്ന് നടക്കാനും നിൻ്റെ ആ ട്രാൻസ്ഫിഗറേഷൻ പോലെയുള്ള ആ ആത്മിക ദർശനങ്ങൾ പ്രാപിക്കുവാനും എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അങ്ങനെ പ്രാർത്ഥിക്കുക. എന്നിട്ട് കുറെ കൂടെ ആഴത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക്, യേശുവിൻ്റെ അടുത്തേക്ക് ഒന്ന് ഇറങ്ങിച്ചെല്ലുക. അപ്പം നമുക്ക് അങ്ങനെയുള്ള ദർശനങ്ങൾ പ്രാപിക്കാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഈ ഈ രീതിയിൽ നമ്മൾ യേശുവിനോട് കുറെ കൂടെ അടുത്ത് ചെല്ലുമ്പോൾ, ഈ മറുരൂപമലയുടെ കാര്യം പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിലും നമ്മളിത് കാണുന്നുണ്ട്. അവിടെയും അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് മോശെയും ഏലിയാവും ഒക്കെ വരുന്നതുമല്ല. അവർ തേജസ്സിൽ പ്രത്യക്ഷമായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. 2 പുരുഷന്മാർ, അതായത് മോശെയും ഏലിയാവും, അവനോട് സംഭാഷിച്ചു. മോശെയും ഏലിയാവും തന്നെ. 31-ാം വാക്യത്തിൽ അവർ തേജസ്സിൽ പ്രത്യക്ഷരായി അവൻ യെരൂശലേമിൽ പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചു. നോക്കുക, യേശുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കണമെങ്കിൽ അവനോട് അത്രയും അടുക്കണം. അതുകൊണ്ട് ടാർഗറ്റ് ബോർഡിലെ ഇന്നർ സർക്കിളുകളിൽ തന്നെ 12 പേരിൽ നിന്ന് 3 പേരിലേക്കുള്ള ഒരു മാറ്റം നമുക്ക് അനിവാര്യമാണ്. എന്നാൽ ഈ 3 പേരിൽ തന്നെ യോഹന്നാൻ അതിനേക്കാൾ കർത്താവിനോട് അടുത്ത് നിന്ന, അതായത് ആ സെൻട്രൽ പോയിന്റിൽ, അതിനെ ടാർഗറ്റ് ബോർഡിലെ ലേയേഴ്സ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. യോഹന്നാൻ്റെ പ്രത്യേകത, യോഹന്നാൻ അതിനപ്പുറത്തേക്ക് കയറി യേശുവിൻ്റെ മാറോട് ചാടിയിരിക്കുന്ന ഒരവസ്ഥയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അതിൻ്റെ 13-ാം അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 23-ാമത്തെ വാക്യം വായിക്കുമ്പോൾ
ശിഷ്യന്മാരിൽ വെച്ച് യേശു സ്നേഹിച്ച ഒരുത്തൻ യേശുവിൻ്റെ മാർവിടത്ത് ചാരിക്കൊണ്ടിരുന്നു. വേദഭാഗം അറിയാം. യേശുവിൻ്റെ മരണ സമയം അടുത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ യേശു തന്നെ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് പറഞ്ഞു. അതാരാണെന്നുള്ളത് അവൾക്കറിയില്ല. അവരെല്ലാവരും അടുത്തടുത്തൊക്കെ ഇരിക്കുക. ഈ 3 പേര് വളരെ ക്ലോസ് ആയിട്ടിരിക്കുകയാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ യോഹന്നാൻ്റെ പ്രത്യേകത, അവൻ യേശുവിൻ്റെ മാറോട് ചാരിയിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയമുള്ളവരെ, ഈ മാറോട് ചാരിയിരുന്നാലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹാർട്ട് ബീറ്റ് കേൾക്കുന്നത്. യേശുവിൻ്റെ ഹൃദയസ്പന്ദനം കേൾക്കുന്ന ഒരവസ്ഥയാണ്. യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തുള്ളത്. പത്രോസും ബാക്കിയുള്ള 10 പേരും യോഹന്നാൻ എല്ലാവരും, ബാക്കിയുള്ള ആ 12 ശിഷ്യന്മാരും യേശുവിൻ്റെ സംസാരം കേട്ടു. പക്ഷേ യോഹന്നാൻ അവൻ്റെ മാറോട് ചാരിയിരുന്നു. അവൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന ഒരവസ്ഥയാണ്. ഹൃദയമിടിപ്പ്, അതാണ് ആ സെൻട്രൽ പോയിന്റിനോട് ചേർന്നിരിക്കുന്നതായ ഒരവസ്ഥ എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരവസ്ഥയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. എന്ത്? യേശുവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന, ഓരോ നിമിഷങ്ങളിലും യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് നമ്മൾ അറിയുന്ന നിലയിൽ അത്രയ്ക്കും യേശുവിനോട് ചേർന്നിരിക്കുന്നതായ ഒരവസ്ഥ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ ആ ഒരു സ്റ്റേജിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലേണ്ടത് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പുരുഷാരമല്ല, സമ്മതിച്ചു. യേശുവിനെ ഇട്ടിട്ട് പോകുന്നവരല്ല. അപ്പം തിന്നാൻ വേണ്ടി മാത്രമല്ല നമ്മളിൽ മിക്കവരും വന്നത്. അപ്പം തിന്നാൻ വന്നവരുണ്ട്, ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മൾ 70 പേരിൽ ഒരാളും ആകാൻ പാടില്ല. കാര്യം അവർക്കും പ്രൈവറ്റ് ലോകം ഉണ്ടായിരുന്നു. ശുശ്രൂഷയൊക്കെ ചെയ്തു, പക്ഷെ അവർക്കൊരു പ്രൈവറ്റ് ലോകം ഉണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥ ശിഷ്യന് ഒരു പ്രൈവറ്റ് ലോകം ഇല്ല. അവൻ 24/7 യേശുവിൻ്റെ കൂടെ, തന്നോട് കൂടെ ഇരിപ്പാനാണ് നമ്മുടെ വിളി. ആമേൻ. എന്നാൽ ഈ 12 പേരിൽ തന്നെ യേശുവിനോട് കുറെ കൂടെ അടുത്ത് 3 പേരുണ്ടായിരുന്നു. നമുക്ക് പുരുഷാരമല്ല, 70 പേരിൽ ഒരാളാകണ്ട, പ്രൈവറ്റ് ലോകം വേണ്ട, 12 പേർ യേശുവിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളൊന്ന് വരിക. തന്നോട് കൂടെ ഇരിക്കുന്ന. എന്നാൽ ആ ഇന്നർ ലെയറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെയും അതിനും ഇന്നറായിട്ടുള്ള ആ 3 പേരുടെ അവസ്ഥ. അവരാണ് ദർശനങ്ങൾ കാണുന്നത്, യേശുവിനെ കുറിച്ച് അറിയുന്നത്. എന്നാൽ അതിനുമപ്പുറത്ത് യേശുവിൻ്റെ മാറോട് ചേർന്നിരിക്കുന്ന യോഹന്നാൻ അപ്പോസ്തലൻ. ആ യോഹന്നാൻ്റെ അവസ്ഥ, അതാണ് ദ മോസ്റ്റ് ഡിസയറബിൾ തിങ്. കർത്താവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്ന അവസ്ഥ. അങ്ങനെ ഏറ്റവും യേശുവിനോട് ചേർന്നിരിക്കുന്ന അവസ്ഥ. ടാർഗറ്റ് ബോർഡിൽ പുറത്തു നിൽക്കാനല്ല, അകത്തോട്ട് കയറാൻ മാത്രമല്ല, അകത്ത് കയറി അകത്തോട്ട് ഏറ്റവും ഒടുവിൽ യേശുവിൻ്റെ ഹൃദയമിടിപ്പ് കേൾക്കുന്നത് പോലെ കർത്താവിൻ്റെ ഹൃദയത്തെ അറിയുന്ന, അനുഭവിക്കുന്ന, ആത്മാവിൽ അവൻ്റെ ശബ്ദം കേൾക്കുന്ന ആ ഒരു ലെവലിലേക്ക് വളരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.